ഇത് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 1-ലെ പേജ് നമ്പർ 16-ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ 5th ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. അപ്പോൾ നമുക്ക് 4 ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഗ്രേറ്റസ്റ്റ് എന്ന് പറയണം. നമ്മൾ റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 67 ക്യൂബ് മൈനസ് 66 ക്യൂബ്, 43 ക്യൂബ് മൈനസ് 42 ക്യൂബ്, 67 സ്ക്വയർ മൈനസ് 66 സ്ക്വയർ, 43 സ്ക്വയർ മൈനസ് 42 സ്ക്വയർ. ഇവിടെ കോൺസിക്യൂട്ടീവായിട്ടുള്ള ക്യൂബ് നമ്പേഴ്സാണ് ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. 67, 66, 43, 42 ഇവിടെ അതിൻ്റെ സ്ക്വയറുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 67-നെ n എന്നെടുത്താൽ 66-നെ എന്തെടുക്കാം? 67 n ആണെങ്കിൽ അതിൽ നിന്നൊന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് 66. അപ്പോൾ ഇതിനെ നമുക്ക് n-1 എന്നെടുക്കാം. അപ്പോൾ ഇത് n ക്യൂബ് മൈനസ് n-1 ക്യൂബ് എന്നെടുക്കാം. ഓക്കെ, ഇതെന്തായിരിക്കും? അപ്പം ഇത് n സ്ക്വയർ മൈനസ് n-1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെയും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. അതായത് n സ്ക്വയർ മൈനസ് n-1 ദി ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ n സ്ക്വയർ മൈനസ് n-1 ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു n സ്ക്വയർ മൈനസ് n-1 ദി ഹോൾ സ്ക്വയർ എന്ത് വരും? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതെന്താവും? n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു 1, ദാറ്റ് ഈസ് 2n പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1 ഇസ് ഇക്വൽ ടു, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. n സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ബ്രാക്കറ്റിലെ സൈനുകളെല്ലാം ചേഞ്ച് ആവും. അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n മൈനസ് 1. ഇവിടെ n സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്തായിപ്പോവും? ക്യാൻസലായിപ്പോവും. എന്തുകൊണ്ടാണ്? ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്, ക്യാൻസലായിപ്പോവും. ബാക്കി നമുക്ക് 2n-1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് 2n-1 എന്ന് കിട്ടി. ഇനി നമ്മൾ കോൺസിക്യൂട്ടീവ് ക്യൂബ്സിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അതെന്താണ്? n ക്യൂബ് മൈനസ് n-1 ദി ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു n ക്യൂബ് മൈനസ്, അടുത്തത് a മൈനസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ a മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്താണ് ഇക്വേഷൻ വരുന്നത്? a മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഈസ് ഇക്വൽ ടു a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a മൈനസ് ബി. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിവിടെ n-1 ദ ഹോൾ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ക്യൂബ് മൈനസ് 1 ക്യൂബ് മൈനസ്, ഇവിടെ a എന്ന് പറയുന്നത് n ആണ്, b എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3abക്ക് പകരം എന്ത് വരും? 3 ഇൻറ്റു n ഇൻറ്റു 1, ദാറ്റ് ഈസ് 3n ഇൻറ്റു a ഈസ് n ആൻഡ് b ഈസ് 1 ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ n ക്യൂബ് മൈനസ്, ഇനി ഈ ബ്രാക്കറ്റിനകത്തൊരു ബ്രാക്കറ്റ് ഉണ്ട്, അത് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കുന്നു. അപ്പോൾ n ക്യൂബ് മൈനസ് 1 ക്യൂബ് ഈസ് 1. ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ മൈനസ് 3n-ഉം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം നെഗറ്റീവ് 3n കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് 3n ഇൻറ്റു n ഈസ് നെഗറ്റീവ് 3n സ്ക്വയർ, നെഗറ്റീവ് 3n ഇൻറ്റു -1, അപ്പോൾ രണ്ടും നെഗറ്റീവാണ്, പ്ലസ് ആവും, പ്ലസ് 3n ഇസ് ഇക്വൽ ടു ഇവിടെ n ക്യൂബ് മൈനസ്, ഇനി നമ്മൾ ഈ ബ്രാക്കറ്റുകൾ മൊത്തത്തിൽ ഓപ്പൺ ആകുന്നു. ഓപ്പൺ ആക്കുമ്പോൾ സൈനുകൾ, ഈ ടേമുകളുടെ എല്ലാം സൈൻ ചേഞ്ച് ആകുന്നു. അപ്പം മൈനസ് n ക്യൂബ് പ്ലസ് 1 പ്ലസ് 3n സ്ക്വയർ മൈനസ് 3n. ഈ n ക്യൂബും ഈ n ക്യൂബും ക്യാൻസലായിപ്പോവും. ബാക്കി എന്തുണ്ട്? 3n സ്ക്വയർ മൈനസ് 3n പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് കോൺസിക്യൂട്ടീവ് ക്യൂബുകളുടെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് 3n സ്ക്വയർ മൈനസ് 3n പ്ലസ് 1 എന്ന് കിട്ടി. സ്ക്വയറുകളുടെ എടുത്തപ്പോൾ 2n മൈനസ് 1 എന്നും കിട്ടി.
നമുക്ക് എന്ത് പറയാം? ദസ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ക്യൂബ് ഈസ് ഗ്രേറ്റർ ദാൻ ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ് ആൻഡ് വാല്യൂ ഓഫ് ദ ഡിഫറൻസ് ഇൻക്രീസ് ആസ് നമ്പർ ഇൻക്രീസസ്. അതായത് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിഫറൻസിൻ്റെ വാല്യൂം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സിൻസ് അപ്പോൾ ഇവിടെ ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ? 67 ആണ് അല്ലേ? ക്യൂബിലും സ്ക്വയറിലും 67 ആണ് ഗ്രേറ്റർ. സിൻസ് n ഈസ് ഈക്വൽ ടു 67 ഈസ് ദി ലാർജസ്റ്റ് വാല്യൂ ഓഫ് n. Therefore, greatest value is ഏതായിരിക്കും? ഏതിലായിരിക്കും ഇതിലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ? n 67 ആണ് ലാർജസ്റ്റ് വാല്യൂ ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 67 വരുന്ന ക്യൂബിൻ്റെതായിരിക്കും. അപ്പോൾ 67 ക്യൂബ് മൈനസ് 66 ക്യൂബാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഫസ്റ്റ് വണ്ണിനാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഉള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്? നമ്മൾ ആദ്യം കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ 2n - 1 കിട്ടി. അത് കഴിഞ്ഞ് കോൺസിക്യൂട്ടീവ് ക്യൂബ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 3n² - 3n + 1 കിട്ടി. അപ്പോൾ ഇതിൽ രണ്ടിൽ കോൺസിക്യൂട്ടീവ് ക്യൂബിൻ്റെതാണ് ഗ്രേറ്റർ ആയിട്ട് എപ്പോഴും വരുന്നത്. അപ്പം ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ക്യൂബ് ഈസ് ഗ്രേറ്റർ ദാൻ ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ്. അതേപോലെ നമ്പർ ഇൻക്രീസ് ആകുന്നതനുസരിച്ച് ഡിഫറൻസിൻ്റെ വാല്യൂവും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 67 ആണ്. അപ്പോൾ അത് വരുന്നതായിരിക്കും ഇതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതായത് 67 ക്യൂബ് മൈനസ് 66 ക്യൂബ്. സ്ക്വയറിനെക്കാട്ടിൽ വലുതാണ് ക്യൂബിൻ്റെ ഡിഫറൻസ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്തൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.